ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിന്ന് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable from complicated America to America. Stop it. Uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. കേറി വാടാ ധൈര്യമായിട്ട്. നീ കേറി വാ, വാടാ മക്കളെ വേഗം. എന്ത് പറ്റിയ രാവിലെ? സുഖമല്ലേ? കമോൺ വാടാ, ഇങ്ങോട്ട് ധൈര്യമായിട്ട് വാ. എന്താണ് പഠിച്ചിരിക്കുന്നത്? വാ. ഓ, നീ എവിടെയും കിടന്നോ? കൊള്ളാം. വാ വാ വേഗം വാ. ജോണി കൊതിയാ വാ പിടിച്ചിരിക്കുന്നോ? എടാ മക്കളെ, എന്തായാലും നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസനും എല്ലാം പറഞ്ഞ് ഫേമസ് ആക്കിയ മിയാമിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇത് US-ലെ ഞങ്ങളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ്. ലസ് വെഗാസിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങൾ ഏകദേശം രാത്രിയായി മിയാമിയിലെത്തിയപ്പോൾ ഫ്ലോറിഡ സ്റ്റേറ്റിലെ മിയാമിയിൽ ഞങ്ങൾ 3 ദിവസം താമസിക്കുന്നുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ താമസം. ഹയാത്ത് റീജൻസി ഡൗൺ ടൗണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്ന് എല്ലാ ഹോട്ടൽസിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അവിടുത്തെ സ്റ്റേ മാത്രമല്ല കേട്ടോ, അവിടുത്തെ ജനറൽ ആയിട്ടുള്ള അവരൊരു ഹോസ്പിറ്റാലിറ്റിയും വളരെ നല്ലതായിരുന്നു. നല്ല വ്യൂസും കാര്യങ്ങളും, നല്ലൊരു റൂം. അപ്പോൾ അതുകൊണ്ടൊരു കുഞ്ഞു വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി, ഞങ്ങളുടെ Day 1 ആണ് മിയാമിയിലെ. ഇന്നത്തെ ഞങ്ങളുടെ അജണ്ട സിറ്റി ടൂറാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ശ്രീനിവാസൻ പറഞ്ഞ ആ മിയാമി ബീച്ചിലേക്ക് തന്നെ വച്ചു പിടിച്ചു. ഇതാണ് സൗത്ത് ബീച്ച്. വലിയ ഗംഭീര ബീച്ച് എന്നൊന്നും പറയാനില്ല, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു ബീച്ച് തന്നെ. പക്ഷെ എന്നാലും എത്രയാണ് വാഷിംഗ്ടൺ DC നിന്ന് മിയാമി ബീച്ചിലേക്കുള്ള കിലോമീറ്റേഴ്സ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഫ്ലൈറ്റ് പിടിച്ച് പോരാൻ തക്കോണം കുറേ കിലോമീറ്റേഴ്സ് ഉണ്ട്. എന്തായാലും നടന്നിട്ടും ഓടിയിട്ടൊക്കെ ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ മിയാമി ബീച്ചിൽ വന്നിട്ട് ഒന്നും കുറയ്ക്കരുതല്ലോ. ഈ മിയാമി എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഒരു തുറമുഖ നഗരമാണ്. US-ലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് മിയാമി ആയിരിക്കും. അറ്റ്ലാന്റിക് ഓഷ്യന്റെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബീച്ച് ലൈഫും നൈറ്റ് ലൈഫും ഒക്കെ വളരെയധികം പ്രശസ്തമാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് കണ്ടോ, എത്രയോ ദൂരം നമുക്ക് കടലും അവിടെ തന്നെ ഇങ്ങനെ ഭീമാകാരമായിട്ടുള്ള കപ്പലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വിൻവുഡിലേക്കാണ്. വിൻവുഡ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഫേമസ് സ്ട്രീറ്റ് ആണ്. എന്തിനാ ഫേമസ്? ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സംഭവത്തിന് തന്നെ, സ്ട്രീറ്റ് ആർട്ടിന്. അവിടെ നമുക്ക് ഇത്തരത്തിൽ എവിടെ വേണമെങ്കിലും നോക്കിയാൽ, എവിടെ നോക്കിയാലും ഇങ്ങനെ സ്വന്തമായിട്ട് പല കലാകാരന്മാർ വരച്ചു വെച്ച ഗ്രിഫിറ്റി ആർട്ടുകളും വാൾ ആർട്ടുകളും ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഫിഫ ഒരു സീസൺ ആയതുകൊണ്ടാണ് ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ ഫുട്ബോൾ ആരാധകർക്കായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ, അവരുടെ മറഡോണയുടെയും മെസ്സിയുടെയും നെയ്മറിൻ്റെ ഒക്കെ ഫോട്ടോസ് ആരാധകർ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഐ ലവ് യു മിയാമി എന്നൊരു സംഭവം കണ്ടപ്പോൾ നല്ലൊരു വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടത് ക്യൂബൻ സ്ട്രീറ്റ് ആയിട്ടുള്ള ലിറ്റിൽ ഹവാനയിലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് അതിഭയങ്കര മഴ. ഈ മിയാമി മഴയ്ക്കും കൊടുങ്കാറ്റിനും ഒക്കെ വളരെ ഫേമസ് ആണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും അവിടെ ഇടി ആക്ച്വലി കുഞ്ഞു മഴയൊന്നും ആയിരുന്നില്ല, നല്ല ഇടി വെട്ടി മഴ. ഈ സത്യം പറഞ്ഞാലേ, ഞാൻ UAE-ലേക്ക് ദുബായിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നൊരു സാധനം നമ്മുടെ നാട്ടിൽ എന്താ ചോദിച്ചാൽ അത് നമ്മുടെ ഇടിവെട്ടിയുള്ള മഴയാണ്. എന്തായാലും US-ൽ പോയിട്ട് പ്രതീക്ഷിക്കാതെ ഒരു മഴ കിട്ടിയത് ഞാൻ പരമാവധി അങ്ങ് മുതലാക്കി. മഴയത്ത് ഫുള്ളായിട്ട് നനഞ്ഞു. പാപ്പൂസ് ആയിരുന്നു നനഞ്ഞില്ല, പക്ഷെ ഞാൻ കംപ്ലീറ്റ് ആയങ്ങ് നനഞ്ഞു. ഈ ദുബായിൽ മഴ കിട്ടാത്തതിൻ്റെ ആ ഒരു സങ്കടം ഞാൻ US പോയിട്ട് മഴ നനഞ്ഞങ്ങ് തീർത്തു ഗൈസ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായി വിശക്കാൻ തുടങ്ങി. ഞാൻ നേരെ വിട്ടത് സബ്വേയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അടിപൊളി ഒരു സൂപ്പ്, അതിൻ്റെ ചൂട് കണ്ടോ. എനിക്കുണ്ടല്ലോ പണ്ട് ചെറുപ്പത്തിലേ ഈ മഴക്കാലത്ത് വീട്ടിൽ നല്ല ചൂട് കഞ്ഞിയും അതുപോലെ തന്നെ ചുട്ടരച്ച എന്താ പറയുക നാളികേരം കൊണ്ടുള്ള നല്ല ചമ്മന്തിയും പപ്പടവും തരും. അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, ആ മഴയത്ത് അത് ആ ചൂടോടുകൂടി കുടിക്കുമ്പോൾ ഉള്ളൊരു സുഖം. എനിക്ക് അതാ സത്യത്തിൽ ഓർമ്മ വന്നത്. അവിടെ കഞ്ഞി കിട്ടാത്തതുകൊണ്ട് ഞാൻ നല്ല ചൂട് സൂപ്പ് കുടിച്ച് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും എനിക്ക് ആ മഴ നന്നായി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വാഷിങ്ടണിലുള്ള സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാനോ നനയാനൊന്നും പറ്റിയില്ല. പക്ഷേ മിയാമിയിലെ മഴ ഞാൻ കംപ്ലീറ്റ് നനഞ്ഞ് മുതലാക്കി. എന്നെ പിന്നെ വണ്ടിയിലേക്ക് കയറ്റാൻ അവരെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം നനഞ്ഞു കുതിർന്ന് ഫുൾ ഡ്രെഞ്ച്ഡ് ആയിട്ടാണ് ഞാൻ പിന്നെ വണ്ടിയിൽ കയറിയിരുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. അപ്പോൾ മഴയൊക്കെ കുറച്ച് തോർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ എല്ലാ വാളുകളും ഇത്തരത്തിൽ നല്ല ഭംഗിയുള്ള, ഇതൊക്കെ ആരൊക്കെയോ പെയിന്റ് ചെയ്തതാ. എന്ത് രസാന്ന് നോക്കി, എന്താ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് അവർ ആ ഒരു കെട്ടിടത്തിന്റെ വാള് ചെയ്തിരിക്കുന്നത്. കണ്ടോ, വെൽക്കം ടു ലിറ്റിൽ ഹവാന. അപ്പൊ നമുക്ക് ഈ ലിറ്റിൽ ഹവാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബയുടെ ഒരു കൾച്ചറാണ് അവിടെ. നമ്മുടെ ക്യൂബൻ കോഫി, അതുപോലെ തന്നെ ക്യൂബയുടെ ആ സിഗർ, ഇതൊക്കെ വളരെ ഫേമസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു സിറ്റി ടൂർ ഞങ്ങൾ ഏകദേശം കഴിഞ്ഞു.
ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ബേസൈഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു മാർക്കറ്റ് വളരെ ഫേമസ് ആണ് മിയാമിയിൽ. പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ സിറ്റി ടൂർ ഒക്കെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ ഇവിടെയാണ്. ഇത് അവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ്. കണ്ടപ്പോൾ നമ്മുടെ ത്രിവർണ്ണ പതാക എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ കുറച്ചു നേരം സിറ്റി ടൂർ കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്ത് വൈകുന്നേരം ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അമ്മയും മകളും കൂടി ഒരേ ഡ്രസ്സിൽ ട്വിൻ ചെയ്താണ് ഇറങ്ങിയിരിക്കുന്നത് ഗൈസ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയോ? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ബേ സൈഡിലേക്കാണ് എഗെയിൻ ഞങ്ങൾ പോയത്. ഇത് ഈ ഒരു സ്ഥലത്തിന്റെ പേര് ബിസ്കെയിൻ ബേ എന്നാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂയിസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നമുക്കിന്ന് വൈകുന്നേരം 6:30 ഒരു ക്രൂയിസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കരുതും ഞാൻ ദുബായിലൊക്കെ ക്രൂയിസ് ധാരാളം പോയത്, അപ്പൊ എന്താ ഈ മിയാമി ക്രൂയിസിന്റെ പ്രത്യേകത എന്ന്? ഈ ക്രൂയിസിന്റെ പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതിന്റെ പേര് തന്നെ സെലിബ്രിറ്റി ക്രൂയിസ് അല്ലെങ്കിൽ മില്യണേഴ്സ് ക്രൂയിസ് എന്നാണ്. ഇതിന്റെ അർത്ഥം ഇതിൽ പോകുന്നത് സെലിബ്രിറ്റികളോ മില്യണേഴ്സോ ആണെന്നല്ല, എങ്കിൽ പിന്നെ ഞങ്ങൾ പോയില്ലല്ലോ. ഇതിന്റെ അർത്ഥം നമ്മൾ കാണാൻ പോകുന്നത് പല സെലിബ്രിറ്റികളുടെയും അല്ലെങ്കിൽ ശതകോടീശ്വരന്മാരുടെയും വില്ലകളും വീടുകളും ഒക്കെയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഈ മിയാമി എന്ന് പറയുന്നത് വാട്ടർ ഫ്രണ്ട് വില്ലകൾക്ക്, ഇപ്പൊ നിങ്ങൾ കാണുന്നത് കണ്ടോ, ഇത് ഒരു വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെന്റ് സമുച്ചയമാണ്. അതുപോലെ വാട്ടർ ഫ്രണ്ട് വീടുകൾക്കും ഇതിനൊക്കെ വളരെ ഫേമസ് ആണ്. അതും വളരെ കോടികൾ വിലമതിക്കുന്ന ഈ പറയുന്ന പോലെ സെലിബ്രിറ്റികൾക്കൊക്കെ മാത്രം സ്വന്തമാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ക്രൂയിസ്. അതിനു വേണ്ടി മാത്രമുള്ള ഒരു ക്രൂയിസാണ്. അപ്പോൾ അത് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ രാവിലെ നല്ല മഴ പെയ്തത് കൊണ്ട് തന്നെ കുറച്ച് ആകാശത്ത് ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ബീച്ചിന്റെ സൈഡിൽ പല വീടുകളും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ, ലോകത്തെ തന്നെ പല 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 സെലിബ്രിറ്റീസിന്റെ വീടാണ്. അതായത് ജെന്നിഫർ ലോപ്പസിന് അവിടെ വീടുണ്ട്, റിക്കി മാർട്ടിന് വീടുണ്ട്, അതുപോലെ തന്നെ ഡേവിഡ് ബെക്കാമിന്, അവരുടെ വിക്ടോറിയ ആ കപ്പിളിന് അവിടെ വീടുണ്ട്. അങ്ങനെ ഏതൊക്കെയോ സെലിബ്രിറ്റികളുടെ വീടുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ആ വീടുകൾ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. കണ്ടോ, ഈ വീടിന്റെയൊക്കെ സൈഡിലേ എനിക്ക് വളരെ അത്ഭുതം തോന്നി. കുറേ തെങ്ങ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ധാരാളം തെങ്ങുകളൊക്കെ ഉണ്ട് പല വീടിന്റെയും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ കുറേ പേരുകൾ അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ സിനിമാ നടികളെയും നടന്മാരെയൊക്കെ അല്ലേ കൂടുതലായിട്ട് അറിയൂ. പക്ഷെ ലോകത്ത് പല രീതിയിൽ പ്രശസ്തരായിട്ടുള്ള സെലിബ്രിറ്റികൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഓരോരുത്തരുടെ വീടിന്റെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്ത പോലെ യാറ്റുകളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് അവർക്ക് വേണമെങ്കിൽ അവിടുന്ന് പോകണം എന്നുണ്ടെങ്കിൽ കാറും ബസ്സൊന്നും എടുത്ത് പോകാൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന പോലെ കുഞ്ഞി യാട്ടുകൾ വേണ്ടേ? അപ്പോൾ സ്വന്തമായിട്ട് യാട്ടുകളും അവർക്കുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാർ പോർച്ചിൽ കാറിടുന്ന പോലെയാണ് അവര് വീടിന്റെ മുമ്പിൽ യാട്ടുകൾ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്ന മിയാമി ബീച്ചിന്റെ ആ ഒരു ഏരിയ ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് മിയാമി ബീച്ചിന്റെ മറീനയാണ് ഈ കാണുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് ഞാൻ കാണിച്ചു തന്നില്ലേ സൗത്ത് ബീച്ച്, അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ധാരാളം യാട്ടുകൾ കാണാൻ പറ്റും, ഇങ്ങനെ വാട്ടർ ഫ്രണ്ട് വില്ലകൾ കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം നമ്മുടെ ക്രൂയിസിന്റെ ഒരു അവസാനം എത്തി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് മിയാമി സ്കൈലൈൻ. നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി ആ സ്കൈലൈൻ ഇങ്ങനെ നമുക്ക് ദൂരേന്ന് കാണാൻ നല്ല രസമാണ്. അപ്പൊ ഇവരുടെ വീടുകൾ മാത്രമല്ല നമ്മുടെ കാഴ്ച, രണ്ട് സൈഡും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പൊ ഏകദേശം ഒരു 7:30-8 മണി ആവാറായിട്ടുണ്ട്. സൺസെറ്റിന്റെ സമയമാണ്. 8:30ക്കാണ് അവിടെ സൺസെറ്റ്. അപ്പൊ ആ സൺസെറ്റിന്റെ ആ ഒരു സമയത്ത് ആ ഒരു ആകാശവും അതുപോലെ ആ സ്കൈലൈനും കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ കടന്ന് ധാരാളം വേറെ 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 യാട്ടുകൾ പോകുന്നുണ്ടായിരുന്നു. ചരക്ക് കപ്പലുകൾ കണ്ടു. അതുപോലെ തന്നെ വളരെ ആഡംബര നൗകകൾ, എത്രയോ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്ന ആഡംബര നൗകകൾ നമ്മൾ കണ്ടു. അപ്പോൾ നല്ലൊരു കുഞ്ഞി ക്രൂയിസ് ആയിരുന്നു. 90 മിനിറ്റാണ് അതിന്റെ ഡ്യൂറേഷൻ. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു വിമാനം മേലെ കൂടെ പോയപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. അവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു സമയത്ത് തന്നെ 2-3 വിമാനങ്ങൾ നമുക്ക് ആകാശത്ത് കാണാൻ പറ്റും. അത്രയും കൂടുതൽ എയർപോർട്ടുകളും അത്രയും കൂടുതൽ വിമാനങ്ങളുമാണ് അവിടെ. ഞങ്ങൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ക്രൂയിസ് കഴിഞ്ഞ് ബേ സൈഡിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാനും പാപ്പുവും കൂടി ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ഡേ 1 കാര്യപരിപാടികൾ സമാപ്തമായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഹയാത്ത് റീജൻസിയുടെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് ആണ്. നല്ല രസമുണ്ട് അല്ലേ? ഇന്ന് ഞങ്ങളുടെ മിയാമിയിലെ 2ാമത്തെ ദിവസമാണ് ഗൈസ്. ഇന്ന് ഞങ്ങൾക്ക് ഒരു പരിപാടിയില്ല, കംപ്ലീറ്റ് റെസ്റ്റ് ആണ് എനിക്കും പാപ്പുവിനും. പക്ഷെ ഇവിടെ ഒരാള് പരിപാടിക്ക് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നാണ് മിയാമി സ്റ്റേഡിയത്തിൽ അർജന്റീന കാബോ വെർദെ മാച്ച്. അപ്പൊ മൂപ്പരെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് പോവാണ്. ഞാനും പാപ്പും എന്തായാലും പോയില്ല. ഇന്ന് ഞങ്ങൾ US എത്തിയിട്ട് 14ാമത്തെ ദിവസമാണ്. ശരിക്കും ക്ഷീണിച്ച ഒരു വഴിക്കായിരുന്നു ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഒരു ബ്രേക്ക് വേണം എന്നുള്ളത് ഞങ്ങൾക്ക് 2 പേർക്കും തോന്നി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഹോട്ടൽ റൂമിലിരുന്ന് TV കളി കാണാമെന്ന് തീരുമാനിച്ചു. ആശാൻ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് പോയി. എന്തായാലും കാബോ വെർദെയുടെ കളി ആരും മറക്കാനിടയില്ല. ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ അങ്ങ് ജയിച്ചു വരാമെന്ന് പറഞ്ഞു പോയ ആള് ശരിക്കും വേർത്തിട്ടാണ് അന്ന് അർജന്റീന ജയിച്ചത്. ആ കളി നമ്മൾ ആരും മറക്കില്ല. അത്ര കണ്ട് കാബോ വെർദെ നമ്മളെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കാബോ വെർദെ ലോങ് വേ ടു ഗോ, അടിപൊളി ടീമാണ്. അങ്ങനെ ആ ദിവസം ഞങ്ങൾ ഫുട്ബോളൊക്കെ കണ്ട് തീർത്തു. ഇന്ന് ഞങ്ങളുടെ ഡേ 3 ആണ് കേട്ടോ.
ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോഗ്രാസ് റിക്രിയേഷൻ സെന്ററിലാണ്. ഇത് ഫ്ലോറിഡ എവർഗ്ലൈഡ്സിലാണ്. എന്താ ഇവിടുത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു എയർബോട്ടിൽ പോയിട്ട് അലിഗേറ്റർ അഥവാ ചീങ്കണ്ണിയെ, അമേരിക്കൻ ചീങ്കണ്ണികളെ അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പോയി കാണുന്ന ഒരു പരിപാടിയാണ്. ഈ സോഗ്രാസ് എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന ഈ ഭയങ്കര വലിയ പുല്ലിനെയാട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിലൂടെയുള്ള ഈ എയർബോട്ട് സഞ്ചാരം തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഈ എയർബോട്ടിന്റെ ആ ഒരു ഭയങ്കര പ്രൊപ്പലർ അല്ലേ, ഭയങ്കര സൗണ്ടാണ്. അപ്പൊ നമുക്ക് ഇയർ പ്ലഗ് ഒക്കെ തരും, അല്ലെങ്കിൽ ചെവിയിലേക്ക് വല്ല തുളച്ചു കയറുന്ന പോലത്തെ വേദനിപ്പിക്കുന്ന സൗണ്ടാണ് അതിന്. അപ്പോൾ ഇതിൽ മാത്രമാണ് നമ്മളെ അവരങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ആദ്യമേ പറഞ്ഞു, ഇപ്പൊ പീക്ക് സമ്മറാണ് യുഎസിൽ. ചീങ്കണ്ണികളെ സാധാരണ സമ്മറിൽ മാക്സിമം വെള്ളത്തിനടിയിലാണ് കഴിയുക, പുറത്തേക്ക് വരുന്നത് വളരെ റെയറാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗ്യം പോലെ കാണാം, കണ്ടാ കണ്ടു എന്ന് ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം നമ്മുടെ ക്യാപ്റ്റൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളൊരു 1 മണിക്കൂറോളം തപ്പിയിട്ട് ഒന്നിനെയും കാണാൻ പറ്റിയില്ല. അവസാനം എന്തായാലും ഞങ്ങളുടെ ക്യാപ്റ്റൻ പറഞ്ഞു, ദാ ദൂരേക്ക് നോക്കിയേ, അതാ അവിടെ ഒരു ചീങ്കണ്ണി, ഒരു മെയിൽ ചീങ്കണ്ണിയാണ് അവിടെ കിടക്കുന്നുണ്ടെന്ന്. അങ്ങനെ എന്തായാലും അവസാനം ഒന്നിനെ കണ്ടു ഗൈസ്. കാണാതെ പോരേണ്ടി വരുന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് ഒരു ആൺ ചീങ്കണ്ണിയാണ് എന്നാണ് പറഞ്ഞത്. ഈ അലിഗേറ്റർ എന്ന് പറയുന്നത് ചീങ്കണ്ണിയാണ്, ക്രൊക്കഡൈൽ എന്ന് പറയുന്നതാണ് മുതല. അപ്പോൾ അലിഗേറ്ററിന്റെ മൂക്കം എന്ന് പറയുന്നത്, അതിന്റെ മൂക്ക് യു ഷേപ്പിലാണ്, ഈ ക്രൊക്കഡൈലിന്റെ മുതലയുടെയോ വി ഷേപ്പിലാണ്. പിന്നെ അതിന്റെ രണ്ടിന്റെയും തമ്മിൽ കളറും വ്യത്യാസമുണ്ട്. നമുക്കറിയാലോ, മുതലയ്ക്ക് കുറച്ചുകൂടി ഒരു പച്ചമഞ്ഞ കലർന്ന കളറാണ്, ഇതിന് കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. അപ്പൊ ഈ ആൺ ചീങ്കണ്ണികളും പെൺ ചീങ്കണ്ണികളും ഉണ്ട് ഈ പറയുന്ന ഈ റിവറിൽ. അപ്പോൾ ഇതിൽ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെറിട്ടറി നോക്കുന്നവരാണ്, ഇപ്പൊ നമ്മുടെ സിംഹത്തിനൊക്കെ പോലെ. അപ്പോൾ അവരുടെ ടെറിട്ടറിയിൽ വേറൊരു ആൺചിങ്കണ്ണി വന്നാൽ ഇത് രണ്ടും കൂടി ഫൈറ്റ് ചെയ്തിട്ട് ഒന്നൊന്നിനെ കൊല്ലും അത്രേ. അപ്പോൾ എങ്ങനെയാണ് ഈ ആൺചിങ്കണ്ണിനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മുറിപ്പാടുകൾ ആർക്കാണോ അത് ആൺചിങ്കണ്ണി ആയിരിക്കുന്നത്. പക്ഷെ പെണ്ണുങ്ങൾ കുറച്ചും കൂടി സോഷ്യലാണ്, അവർ കുറച്ചുകൂടി ഗ്രൂപ്പായിട്ട് താമസിക്കുന്നവരാണ്. അപ്പൊ അവരുടെ മേത്ത് ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്ത് എന്റെ സ്കാറുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഭാഗ്യം കൊണ്ട് ഒന്നിനെ കാണാൻ പറ്റി. അപ്പൊ ഞങ്ങൾ കണ്ട സ്ഥലത്തേക്ക് തന്നെ അടുത്ത ബോട്ട് പോകുന്നുണ്ട്, അവർക്കും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെ പതുക്കെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തി. ഈ പറയുന്ന എവർഗ്രാസ് റിക്രിയേഷൻ സെന്ററിൽ ഇവര് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന അലിഗേറ്റേഴ്സിനെ അവിടെ സുരക്ഷിതമായിട്ട് പാർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 2 അലിഗേറ്റേഴ്സ്, ഈ കാണുന്നത് ക്രിസ്റ്റൽ എന്ന് പറയുന്ന പെൺ അലിഗേറ്ററും ഇത് കാനിബോൾ എന്ന് പറയുന്ന ആൺ അലിഗേറ്ററുമാണ്. ഇവരെ 2 പേരെയും എവിടുന്നോ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നവരാണ്. ഇപ്പൊ അവരവിടെ സമാധാനമായി കപ്പിളായിട്ട് ജീവിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ അവരതിനെ ബ്രീഡ് ചെയ്യുന്നതുകൊണ്ട് ഈ അലിഗേറ്റേഴ്സിനെ. അപ്പോൾ ഇതൊരു അലിഗേറ്റർ കുഞ്ഞാണ്. നമ്മുടെ ജോസ് പ്രകാശ് പറഞ്ഞത് ഓർമ്മയില്ലേ, മുതലക്കുഞ്ഞ്. പക്ഷെ അത് മുതലക്കുഞ്ഞല്ല, ചീങ്കണ്ണി കുഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പിടിക്കാനും അതിനെ ഒന്നിങ്ങനെ എടുത്തു നിൽക്കാനൊക്കെ ഉള്ളൊരു അവസരം അവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും അവർ തരുന്നുണ്ട്. പക്ഷേ അതിന്റെ വായൊക്കെ കെട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ശരിക്കും നമുക്കൊരു റബ്ബർ പന്ത് തൊടുന്ന പോലെ തോന്നും. അതിനെ തൊടുമ്പോഴേ ശരിക്കും ഒരു റബ്ബർ ടോയ് തൊടുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ് കേട്ടോ തോന്നുക. പാവം, സത്യത്തിൽ സങ്കടം തോന്നി. ഇങ്ങനെ വരുന്നവരെല്ലാവരും എടുത്ത് എന്തായാലും ഞാനും പോയിട്ട് പതുക്കെ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് തൊട്ട് തലോടി പോന്നു. അങ്ങനെ അപ്പൊ ഇതിന് 6 വയസ്സായി എന്നാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു കുറച്ച് മാസങ്ങളെ ആയിട്ടുണ്ടാവുന്നു. അപ്പൊ ഞാൻ എത്ര വയസ്സായി ചോദിച്ചപ്പോൾ പറഞ്ഞു 6 വയസ്സായി. പിന്നെ ഞങ്ങൾ കണ്ട അടിപൊളി ഒരു താരമാണ് ഈ ആമ, ടർട്ടില്. എൻ്റെ അപ്പോൾ ഇതിന് എന്തൊരു വലുപ്പമായിരുന്നു എന്നറിയോ. നമ്മൾ പറഞ്ഞ പോലെ അത്ര പതുക്കെ ഒന്നും അല്ല ആശാന്റെ സഞ്ചാരം കേട്ടോ, നല്ല സ്പീഡിൽ നടക്കണ്ടായിരുന്നു. ഇതിന്റെ തോട് അവിടെ പലരും ഇങ്ങനെ കൊട്ടി നോക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒന്ന് കൊട്ടി നോക്കി. ശരിക്കും വല്ല പാറക്കല്ലിൽ കൊട്ടുന്ന പോലെ അത്രയ്ക്ക് കട്ടിയായിരുന്നു ആ തോടിന്. ആശാനാണെന്നുണ്ടെങ്കിൽ നടപ്പ് തന്നെയാണ്, നടപ്പ്, മടിയനൊന്നല്ല കേട്ടോ, നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ. പാപ്പു അങ്ങനെ അവിടെ ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നോക്കി ഞങ്ങൾ എന്തായാലും സോഗ്രാസ് റിക്രിയേഷൻ സെന്ററിനോട് ബൈ ബൈ പറഞ്ഞു പോരാണ്. നമുക്ക് അവരവിടെ ഒരു ഫ്രീ ആയിട്ട് ഒരു സുവനീർ പോലെ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞി ലാമിനേഷൻ ചെയ്തിട്ട് തരും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ മേടിച്ച് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ഡൗൺ ടൗൺ മിയാമിയിലെത്തി, ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോരാനുള്ള സമയമാണ്. ഒരുപാട് ഓർമ്മകൾ, 15 ദിവസം ഒരിക്കലും മറക്കാത്തൊരു യാത്ര. അങ്ങനെ അമേരിക്കയോട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോട് ബബ്ബായി പറഞ്ഞ് 1000 ഓർമ്മകളുമായിട്ട്, ധാരാളം മധുരിക്കുന്ന ഓർമ്മകളുമായിട്ട് ഈ 15 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ് ഗൈസ്. അപ്പോൾ ബൈ.